ബിഗ് ബോസ് മലയാളം സീസൺ 7 ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻ നൂറയാണ്. നൂറ ഇപ്പൊ ടീം ഡിവിഷനൊക്കെ നടത്തിയിരുന്നു ഇന്ന് രാവിലെ ലൈവില്. അക്ബറും നെവിനുമാണ് വെസൽ ടീം. ഷാനവാസും അനീഷുമാണ് ഫ്ലോർ ആൻഡ് ബാത്റൂം. അനുമോള്, സാബുമാൻ, ആദില ഇവര് 3 പേരുമാണ് ഈ ആഴ്ചത്തെ കിച്ചൺ ടീം എന്ന് പറയുന്നത്. വന്നപ്പോ തൊട്ട് തുടങ്ങി അനുമോൾക്ക് ഈ സാബുമാനെ മാറ്റി അവിടെ അനീഷ് വരണം എന്നുള്ളൊരു ആഗ്രഹമാണ് കേട്ടോ. അത് പിന്നെ ആദിലയായിട്ട് ഇപ്പൊ ഒരു തർക്കമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അനീഷിനും ഷാനവാസിനും അനുമോൾ കൂടുതൽ പയർ എടുത്തു കൊടുത്തു. അപ്പൊ അതുകൊണ്ട് ആ പേരും പറഞ്ഞ ആദിലയും അനുമോളും തമ്മിൽ ലൈറ്റായിട്ടൊന്ന് ഒരസുന്നുണ്ട്. പിന്നെ നൂറയായിട്ടും ഒരസുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ പറഞ്ഞ് ഇരിക്കുകയായിരുന്നു ഇവര്. ഷാനവാസ് നല്ല രീതി തന്നെ മാറുന്നുണ്ട്. അനീഷിനെ അനുമോളെയും വെച്ച് മാറുന്ന പരിപാടിയാണ്. ഈ സമയത്ത് അനുമോള് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇവനെ എനിക്ക് എന്റെ ടീമിൽ തന്നത്, എന്തിനാണ് ഈ സാധനത്തിന് എനിക്ക് എന്റെ ടീമിൽ തന്നതെന്നൊക്കെ അനുമോള് ചോദിക്കുന്നുണ്ട്. സാബുമാനാണ് കിച്ചൺ ക്യാപ്റ്റൻ കേട്ടോ. എന്നെ ക്യാപ്റ്റൻ ആക്കാതെ എന്തിനു നീ അവനെ ആക്കി എന്നൊക്കെ നൂറയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ജസ്റ്റ് ഒരു തർക്കമാണ്. ഇവര് തമ്മിലുള്ള ഒരു സംഭവമാണ്, ഗ്രൂപ്പിനകത്തുള്ള ഒരു തർക്കമാണ്. ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ഒരു മെയിൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 പേരാണ്. ഷാനവാസ്, ആദില, അനുമോള്, നൂറ. ഇവരാണ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഈ ഗ്രൂപ്പിനകത്ത് അനീഷ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് തെറ്റവരുടെ ഭാഗത്തു നിന്ന് കണ്ടു കഴിഞ്ഞാൽ അനീഷ് തീർച്ചയായിട്ടും അവരെ എതിർക്കും. ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ ആഴ്ച നമ്മൾ കാണാൻ പോകുന്നത് അത് തന്നെയാണ്. ശരിക്കും അനീഷ് എതിർക്കും. ഇവരുടെ ഭാഗത്ത് നിന്ന് തെറ്റ് സംഭവിച്ചാൽ എതിർക്കും. അതേസമയം നെവിൻ, അക്ബർ ടീം അവര് വെസൽ ടീം നേരെ ചോദിച്ചതിൽ അതും അനീഷ് ചിലപ്പോൾ ചൂണ്ടിക്കാണിച്ചു എന്ന് വരും. അപ്പോ ആർക്കെതിരെയും നിന്ന് എന്തും പറയാൻ ഒരു മടിയും കാണിക്കാത്ത ഒരാളാണ് അനീഷ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഗ്രൂപ്പിൽ നമുക്ക് അങ്ങനെ പെടുത്താനായിട്ട് പറ്റില്ല. ഈ കഴിഞ്ഞ ആഴ്ച കുറച്ചുകൂടി ആദില, നൂറ, അനുമോൾ ഇവർക്കൊക്കെ വേണ്ടി നിന്നു. കാരണം അധികാരം കയ്യിലുള്ള ക്യാപ്റ്റൻസ് കാണിച്ചുകൊണ്ടിരുന്ന തരങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അതിനൊക്കെ എതിരായിട്ട് അനീഷ് പ്രതികരിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അല്ലാതെ ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് ഒക്കെ അക്ബറും നെവിനും ഒക്കെ അവിടെ നിന്ന് മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒരു ഗ്രൂപ്പിന്റെ ഭാഗമൊന്നും അല്ല അനീഷ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പ്രേക്ഷകർ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.